ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് കോട്ടയം നാഗമ്പടം മൈതാനത്ത് പുതിയതായിട്ട് വന്ന ഒരു ഷോ ആണിത്. ഏകദേശം എനിക്ക് തോന്നുന്നു സെപ്റ്റംബർ 17 വരെ ഈ ഒരു ഷോ ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് അടിമാലിയിൽ നിന്ന് ഈ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് മാത്രം വന്നേക്കാണ് ഇവിടെ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ അവതാറിന്റെ വേൾഡ് ഒക്കെ റിക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയാ. അപ്പൊ നമുക്ക് ഇതെന്താ സംഭവം എന്നൊക്കെ കാണാം. അപ്പൊ ഇതിന്റെ ബാക്കിൽ ഏകദേശം അതിന്റെ പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ എക്സിസ്റ്റ് ആണ് ഈ ഒരു സംഭവത്തിന്റെ പേര്. പകൽ പ്രൊഡക്ഷൻസ് ആണ് ഇന്നിവിടെ നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഇതിൽ കയറിയിട്ട് നോക്കാം. നമ്മളിവിടെ വന്ന് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. ടിക്കറ്റ് എടുക്കാൻ നല്ല തിരക്കാണ്. ഇന്ന് പിന്നെ ശനിയാഴ്ച വൈകിട്ടാണ് നമ്മൾ വന്നത്. അപ്പൊ അത് കാരണം നാളെ അവധിയും കൂടി ആയതുകൊണ്ട് ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ. ഇവിടെ ഭയങ്കര തിരക്കാണ്. നമുക്ക് പാർക്കിങ്ങിനൊക്കെ ഒരുപാട് നേരം നിന്നേ പിന്നെയാണ് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയത്. അപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് വന്നിട്ട് നമ്മുടെ അഡൽസിനൊക്കെ 120 രൂപയും കിഡ്സിന് 80 രൂപയും അതുപോലെ 3 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഫ്രീ ആണ് കേട്ടോ. ഉള്ളിലേക്ക് കയറുകയാണ്. കയറുമ്പോൾ തന്നെ നമ്മുടെ ഒരു എന്താ പറയാ, ഈ വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു പൂത്തോട്ടം ഉണ്ടല്ലോ, ആ ഒരു സെറ്റപ്പില് കംപ്ലീറ്റ് പ്ലാസ്റ്റിക് പൂക്കൾ വെച്ചിട്ടാണ് കേട്ടോ അവർ ഈ ഒരു സംഭവം ഉണ്ടാക്കിയേക്കുന്നത്. അടിപൊളിയാണ്. നമ്മൾ അടുത്ത് ചെന്ന് നോക്കിയാലേ അത് പ്ലാസ്റ്റിക് പൂവാണെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും ഒരു അതിന്റെ ഒരു നമ്മുടെ ഈ പൂവിന്റെ ഒക്കെ ഒരു കൃഷി അത് നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന രീതിയിൽ നമ്മൾ ടി വിയിലൊക്കെയാണല്ലോ കണ്ടിട്ടുള്ളൂ. അപ്പൊ ആ ഒരു സെറ്റപ്പിലുള്ള ഒരുപാട് പേര് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതിന്റെ ഉള്ളിലേക്ക് കയറുമ്പം ശരിക്കും ആ ഒരു ഭയങ്കര ഒരു നാച്ചുറൽ ഫീലാണ് അവർ കൊടുത്തേക്കുന്നത്. ആ പൂക്കളൊക്കെ ആണെങ്കിലും പ്ലാസ്റ്റിക് ആണ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അതുപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ സമയം നിന്നത് ഇവിടെയായിരിക്കും. കാരണം പാറക്കുട്ടീനെ അവിടെ കൊണ്ടുപോയി നമ്മൾ ഇറക്കി വിട്ടിട്ട് അവള് ഭയങ്കര ഓട്ടിക്കളിച്ച് നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് കുഞ്ഞു പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ കൂടെ കളിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് വ്ളോഗ് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി സമയം നമ്മൾ ഇവിടെ തന്നെ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്തായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക്. നമ്മൾ അവിടുത്തെ ആ ഒരു ഫ്ലവറിന്റെ ആ സ്ഥലത്ത് നിന്ന് കഴിയുമ്പോൾ നമ്മളൊരു കേവ് പോലത്തെ ഒരു സ്ഥലത്തേക്കാണ് പിന്നെ പോകുന്നത്. അത് ഫുള്ള് അവരൊരു അക്വേറിയം പോലെ സെറ്റ് ചെയ്തേക്കാണ്. എല്ലാ സൈഡിലായിട്ട് ഒരുപാട് പല തരത്തിലുള്ള മീനുകൾ, നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് വെറൈറ്റി മീനുകൾ, പല കളറിലുള്ള മീനുകളെയൊക്കെ വെച്ചിട്ട് അവർ ചെറിയ ചെറിയ അക്വേറിയം പോലെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പോകുന്ന വഴിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ല രസമുണ്ട്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്, കുഞ്ഞു പിള്ളേർക്കൊക്കെ ഈ മീൻ ഇങ്ങനെ നമുക്ക് ശരിക്കും അടുത്ത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പാറക്കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതായിരുന്നു കേട്ടോ. കാരണം മീന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു അതിനെ കാണാനും തൊടാൻ വേണ്ടിയിട്ട്. കുറച്ച് പേടിയുണ്ടായിരുന്നു ക്ലാസ്സിൽ ഇങ്ങനെ തൊടാൻ വേണ്ടിയിട്ട്. എങ്കിലും അവള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സ്ഥലമായിരുന്നു കേട്ടോ ഇത്. ശരിക്കും ഒരു ഗുഹ പോലെ, അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ താടിക്കാരന്റെ വീഡിയോയിൽ അവർ പറഞ്ഞ പോലെ ഒരു തിമിംഗലത്തിന്റെ ഒരു വാ പോലെയൊക്കെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര വർക്കാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ അത് വർക്ക് ചെയ്തവരെ അപ്രിഷിയേറ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. അതുപോലത്തെ വർക്കുകളാണ് അവർ ചെയ്തേക്കുന്നത്. ആമകളൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ശരിക്കും ഒരു ഗുഹയുടെ ഉള്ളിൽ പോകുന്നുള്ള ഒരു രീതിയാണ് ഇതിനകത്തൊക്കെ. അതുപോലെ ഇതിന്റെ ഉള്ളിലും കുറെ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് വെറൈറ്റി ആയിട്ട് കാണാത്ത രീതിയിലുള്ള മീനുകളൊക്കെയാണ് കേട്ടോ ഇതിനകത്തും വരുന്നത്. നല്ല രീതിയിലാണ് നമുക്ക് അവർക്ക് കാണാൻ ക്വയറ്റായിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് അവര് സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ശരിക്കും ഇതിന്റെ ഉള്ളിൽ നിന്ന് കണ്ട
ഒരു ഗുഹയുടെ മോഡലാണ് കംപ്ലീറ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. അതും വളരെ നല്ലൊരു മെറ്റീരിയൽ വെച്ചിട്ടാണ് അവർ കംപ്ലീറ്റ് ഈ ഗുഹ പോലെ ഉള്ളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. അക്വേറിയത്തിന്റെ ആ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങുമ്പം അവിടെ ഇങ്ങനെ കുറച്ച് സ്റ്റാച്ചു, അതായത് മിനിയേച്ചർ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ ചെങ്കോട്ടയുണ്ട്, അതുപോലെ താജ്മഹൽ ഉണ്ട്, പിന്നെ നമ്മുടെ പിരമിഡ് ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്ത്യക്കാർക്ക് അഭിമാനമുള്ള കുറച്ചധികം സാധനങ്ങളെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പിന്നെ അതിന് മുമ്പ് നമ്മൾ കണ്ടത് നമ്മുടെ കുട്ടൂസനെയും ഡാക്കിനിനെയും ലുട്ടാപ്പിനെയും കണ്ടായിരുന്നു കേട്ടോ. അവര് കുന്തത്തില് ആ സംഭവം കംപ്ലീറ്റ് തെർമോക്കോൾ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. അത് നല്ല രസമുണ്ട് കേട്ടോ. അതൊക്കെ പിള്ളേരുടെ എന്താ പറയാ, കുട്ടികളെ കൂടുതൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബാലരമ എന്ന് പറഞ്ഞ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സംഭവമായിരുന്നല്ലോ. അപ്പം അതിനകത്ത് കുറച്ച് കഥാപാത്രങ്ങളെല്ലാം അവരവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ താജ്മഹൽ, അതുപോലെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും അവര് ഒരു മിനിയേച്ചർ, അത് നമ്മുടെ പിരമിഡൊക്കെ കണ്ടാൽ തനി ഒറിജിനൽ അല്ലാന്ന് പറയത്തില്ല കേട്ടോ. നമ്മുടെ ആ ഒരു ഗുഹയും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങ് വരുമ്പം ഇവിടെ ഇതൊക്കെയാണ്. അവിടെ വലിയ സിലിണ്ടറുകളിലായിട്ട് ഒരുപാട്, അതായത് എനിക്ക് തോന്നുന്നു ഒരു 50,000-60,000 ആ ഒരു റേഞ്ചിൽ മീനുകൾ ഉണ്ടെന്നാണ് കേട്ടത് കേട്ടോ. ആ വലിയ സിലിണ്ടറിലൊക്കെ അത്രയും കാണും. ഇതൊക്കെ അത്ര ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അവർ തിക്കി നിറച്ച് ഇതിനകത്തൊക്കെ മീനുകളെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് അത് തന്നെ കാണാൻ വേണ്ടിയിട്ട്. വലിയൊരു സിലിണ്ടർ മോഡല് അക്വേറിയമാണ് അവര് സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ അതാണ് നമ്മുടെ വലിയൊരു സിലിണ്ടറിക് അക്വേറിയത്തിന്റെ ചെറിയൊരു സംഭവം. ഇവിടെ നമ്മുടെ ഒരു ചെറിയൊരു വാട്ടർ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സ്റ്റാർസും കാര്യങ്ങളൊക്കെ ഇപ്പറ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ഇവര് ലൈറ്റിങ്ങിലും അതുപോലെ ഈ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലുമാണ് ഈ കംപ്ലീറ്റ് വർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ ചെറിയൊരു സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് ആദം ഹവ്വയുടെ ആപ്പിള് കഴിക്കുന്നതിന്റെ ആ ഒരു സംഭവമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. വളരെ അടിപൊളിയായിട്ട് തന്നെയാണ്. ഭയങ്കര നാച്ചുറാലിറ്റിയാണ് ഇവിടെ എല്ലാ വർക്കുകളും. കംപ്ലീറ്റ്ലി ഇത്ര ആൾക്കാര് അവരുടെ പ്രൊഡക്ഷൻസ് എന്ന് പറയുന്ന ആൾക്കാര് അവർ കംപ്ലീറ്റ്ലി ഹാൻഡ് വർക്ക് ആയിട്ട് ചെയ്തേക്കുന്ന പ്രൊഡക്റ്റുകളാണ് എല്ലാം. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇവിടെ നമ്മുടെ ഏലിയനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റൊക്കെയാണ് കേട്ടോ. കറക്റ്റ് വന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഐറ്റംസ് ഒക്കെയാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നല്ല ഫിനിഷിംഗ് സംഭവം. അതുപോലെ നമ്മൾ സ്പേസിൽ പോയി കഴിയുമ്പോഴുള്ള ആ ഒരു സംഭവം ഇവിടെ അവർ നല്ല ക്ലിയർ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ട് തിരിഞ്ഞു വരുമ്പോൾ ഇവിടെ നല്ല അടിപൊളിയായിട്ട് ഇട്ട് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ അവതാർ വേൾഡിലേക്കാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെ, നമ്മൾ ഈ ഒരു ബ്ലൂ ലൈറ്റില് അങ്ങോട്ട് പോവുകയാണ്. അവതാർ വേൾഡിലേക്കാണ് പോകുന്നത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട്. അതെ, അവരെല്ലാം വരുന്നുണ്ട് കേട്ടോ. ഇതാണ് കാണുന്നത് പക്ക അവതാർ വേൾഡിന്റെ ആ ഒരു സംഭവമാണ് അവരുണ്ടാക്കിയേക്കുന്നത്. സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാൻ. അതിലെ വഴിയുണ്ടോ?
അത് വളരെ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി ആ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ശരിക്കും നമുക്ക് ഓരോന്നുള്ള മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഭയങ്കര പെർഫെക്ഷനിലാണ് അവർ ചെയ്തേക്കുന്നത്. ശരിക്കും നമ്മളൊരു അവതാർ വേൾഡിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഫീലാണ്. അവിടെ നമ്മുടെ മറ്റേ സംഭവമൊക്കെ മൂവ് ചെയ്യുന്നൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ആ വഴി വരുമ്പോ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ബാക്കി ഇതല്ല, നമ്മൾ ശരിക്കും ഇറങ്ങി നടക്കുന്നു ആ ഒരു പെർഫെക്ഷനിലാണ് അവർ ചെയ്തേക്കുന്നത്. ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതിനകത്ത് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു അവതാർ വേൾഡ് ആണ് കേട്ടോ. ഇതൊരു രക്ഷയില്ല, സൂപ്പറാണ്. അവർ ആ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൗണ്ട് ആണെങ്കിലും എല്ലാം പുകയാക്കിയിട്ടുണ്ട്. സൂപ്പറാട്ടോ. എന്താണെങ്കിലും നാളെ കൊണ്ട് ഇവിടെ ചിലപ്പോൾ തീരുമാനിക്കും. അങ്ങനെ വന്നത് നന്നായി. അങ്ങനെ ഞങ്ങൾ ഇവിടെ അവതാർ വേൾഡ് കണ്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇതെന്തായാലും നിങ്ങളെ മിസ് ചെയ്യാതെ കാണുക എന്നുള്ള അടിപൊളിയാണ് കേട്ടോ. അവരുടെ ഒരു ഹാർഡ് വർക്കാണ് നമുക്ക് പറയാനുള്ളത്. അത്രയ്ക്ക് പെർഫെക്റ്റിലാണ് അവർ കംപ്ലീറ്റ്ലി ഹാർഡ് വർക്ക് ചെയ്ത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചെയ്താണ് ഓരോ അറ്റം വരുന്നത്. ഓരോ ഐറ്റംസും അവര് ഹാൻഡ് വർക്ക് ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ. ഉള്ളിലത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ കുറച്ച് സ്റ്റോളുകളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നോർമലി എന്തെങ്കിലും ഒരു ഫെസ്റ്റിവലിനൊക്കെ പോകുമ്പോൾ കാണുന്ന രീതിയിലുള്ള ഒരുപാട് എന്താ പറയാ ചെറുകിട വ്യവസായങ്ങൾ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് സ്റ്റോളുകളാണ്. ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ട്, അതുപോലെ ബെഡ്ഷീറ്റുകള്, ചവിട്ടികള്, പിന്നെന്താ ജൂട്ടീസ്, അങ്ങനെ കുറച്ച് രാജസ്ഥാനി പ്രൊഡക്ട്സ് ഒക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വിലയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഓൺലൈൻ വാങ്ങിച്ചാൽ അത്ര വില പോലും ഉണ്ടാവില്ല. പക്ഷെ ഒത്തിരി വെറൈറ്റികൾ ഉണ്ട് അവരുടെ കയ്യിൽ. ജൂട്ടീസ് ഒക്കെ ആണെങ്കിലും ഒരുപാട് വെറൈറ്റി ഉണ്ട്. പക്ഷെ ഭയങ്കര കത്തി വിലയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അല്ലാതെ കുറച്ച് സ്റ്റേഷനറി പോലത്തെ കടകളുണ്ട്. പിന്നെ പോപ്കോൺ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുള്ള കടകളുണ്ട്. പിന്നെ ഇപ്പൊ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കമ്മൽ കടയാണ്. അങ്ങനത്തെ കുറച്ച് കടകളുണ്ട്. അങ്ങനെ കുറച്ചധികം നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ പെൺപിള്ളേർക്കൊക്കെ വന്നിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം സാധനങ്ങളൊക്കെയുള്ള കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്റ്റോളും കൂടി കഴിയുമ്പോഴത്തേനും നമ്മുടെ ഈ ഒരു സംഭവം തീരുകയാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. പുറത്ത് എത്തുന്നവരെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നടന്ന് കാണാനും ഇരുന്ന് കഴിക്കാനും ഒക്കെ ഉള്ള സൗകര്യമുണ്ട്. ഒരുപാട് ബജി ഐറ്റംസ്, അതുപോലെ ജ്യൂസ്, ഐസ്ക്രീമുകൾ, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഒക്കെ കിട്ടും കേട്ടോ അതിൻ്റെ ഉള്ളിൽ. നല്ലതല്ലേ? അച്ചാറുകൾ അല്ലേ?
ഉള്ളിലത്തെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. പുറത്തിറങ്ങുമ്പോഴും ഒരുപാട് ഗെയിംസ് ഉണ്ട്, അതുപോലെ കുറച്ച് റൈഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പുറത്ത് അധികം മഴയും ചെളിയൊക്കെ ആയതുകൊണ്ട് അതിനൊന്നും ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ആ ഒരു അവതാർ വേൾഡ് അവർ സെറ്റ് ചെയ്തേക്കുന്ന സ്ഥലത്തായിരിക്കും കൂടുതൽ പേരും ഉള്ളത്. അപ്പൊ ഇത്രയാണ് ഇന്ത്യയിലുള്ള കാഴ്ചകൾ എന്ന് പറയുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെറിയൊരു വ്ളോഗായിട്ട് എടുത്താണ് കേട്ടോ. ആക്ച്വലി നേരത്തെ പോയി എടുത്ത് എല്ലാവരെയും ഒന്ന് കാണിക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് ലാസ്റ്റ് സമയത്താണ് നമുക്ക് പോകാൻ പറ്റിയത്. അപ്പൊ ചെറിയൊരു വ്ളോഗ് പോലെ ഞാൻ എടുത്തേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇന്ന് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്തേക്കാം. പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ.